നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട അതിസങ്കീർണമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. പാകിസ്ഥാൻ അറേബ്യ പോലെ, സഹാറ പോലെ ഒരു മരുഭൂമിയായിട്ട് മാറും. നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് തന്നെ സിന്ധു നദിയിലുള്ള ചില പ്രവർത്തനങ്ങളിലൂടെ അവിടെ അണകെട്ടാനും പാകിസ്ഥാനിലേക്ക് സിന്ധു നദി ഒഴുകുന്നത് തടയാനുമുള്ള ഇന്ത്യയുടെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള തീരുമാനം കൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്കുള്ള ആ നദിയിൽ നിന്നുള്ള ജലലഭ്യത എന്ന് പറഞ്ഞത് 40% കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടാങ്കുകളെയാണ് പാകിസ്ഥാൻ ആശ്രയിക്കുന്നത്. ആ പഞ്ചാബ് പ്രവിശ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ പാകിസ്ഥാൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണ്, നമ്മുടെ കുറ്റമല്ല. നമ്മളതിനു മുമ്പ് അത്രയും വർഷം അവർക്കത് കൊടുത്തിരുന്നു, നമ്മുടെ ദാനമായിരുന്നു അത്. നൈൽ നദിയുടെ ദാനമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് പോലെ നമ്മുടെ സിന്ധു നദിയുടെ ദാനമായിരുന്നു പാകിസ്ഥാനിലെ കൃഷിയും അവിടുത്തെ ജീവിതവും. കാരണം ജീവജലം കൊടുക്കുന്നത് നമ്മളായിരുന്നു. ആ കാരുണ്യ പ്രവർത്തനം ഇടയ്ക്ക് 3 യുദ്ധങ്ങളുടെ കെടുതികളുണ്ടായിട്ടും നമ്മൾ തുടർന്നു. എന്തുകൊണ്ട്? നമ്മൾ സൈന്ധവ സംസ്കാരത്തിൻ്റെ പ്രതിനിധികളാണ്, ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രതിനിധികളാണ്. അന്യനോട് ദയ കാണിക്കുക എന്നുള്ളത് യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞതുപോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിച്ചുകൊണ്ട് കഴിഞ്ഞ 70 വർഷങ്ങൾ നമ്മൾ കടിച്ചു പിടിച്ചു നിന്നു. എന്നിട്ടും തീരാത്ത പകയോടെ, തോരാത്ത പകയോടുകൂടി പാകിസ്ഥാൻ നമുക്കുമേൽ ഭീകരാക്രമണമെന്ന് ഭീരുത്വം വീണ്ടും വീണ്ടും അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത് കൊണ്ട് പഹൽഗാമിൻ്റെ ഘട്ടത്തിലെത്തിയപ്പോൾ അതതിൻ്റെ ഗൗരി ശങ്കര ശിഖരത്തിലേക്ക് ഉയർന്നു. അപ്പോൾ നിവർത്തിയില്ലാതെ നമ്മളെടുത്ത ഒരു തീരുമാനമാണ്, ഉറച്ച തീരുമാനമാണ്. അതങ്ങനെ തുടരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും ഒക്കെ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരുന്നു. അതുമെല്ലാം നിലച്ചു. ഇതാ ഇപ്പോൾ ഇന്ത്യയുടെ അതേ പിന്തുടർന്നുകൊണ്ട്, അതേ രീതി പിന്തുടർന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ് അവർ ആവോളം ചങ്ങാത്തം ആസ്വദിച്ച ആ രാജ്യത്തിൻ്റെ താലിബാൻ ഗവൺമെൻറ് തന്നെ പറയുന്നു, ഞങ്ങളിതാ കുനാർ നദിയിൽ അണകെട്ടാൻ പോകുന്നു. കുനാർ നദി എന്ന് പറയുന്നത് ഹിന്ദുക്കുഷ് പർവ്വത നിരകളിൽ ഉത്ഭവിക്കുന്നതാണ്. ആ ഉത്ഭവിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് എന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണാധികാരികൾ അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അണകെട്ടാൻ പോവുകയാണെന്ന്. അതേസമയം തന്നെ പാകിസ്ഥാൻ പറയുന്നു ഇത് ഹിന്ദുക്കുഷ് പർവ്വതനിരയുടെ പാകിസ്ഥാൻ ഭാഗത്താണെന്ന്. കാരണം ഒരു തീരുമാനമാവാത്ത കാര്യമാണ് അവർ തമ്മിലുള്ള അതിർത്തി. അത് സംബന്ധിച്ചുള്ള തർക്കമാണ് വലിയ തർക്കങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തെഹ്രീക്ക് ഇ താലിബാൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആക്രമണങ്ങളിലേക്ക് പോകുന്നു. തെഹ്രീക്ക് താലിബാൻ എന്താ പറയുന്നത്? പാകിസ്ഥാനിലെ പോരാ, അവരുടെ ഇസ്ലാമിക ഭരണം പോരാ, അത് പൂർണ്ണ ഇസ്ലാമിക ഭരണമാവണം അഫ്ഗാനിസ്ഥാനിലേതുപോലെ എന്ന് പറഞ്ഞാണ് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരേ താല്പര്യമുള്ള, ഒരേ മതങ്ങളാൽ നയിക്കപ്പെടുന്ന ഈ 2 ഭരണകൂടങ്ങളിൽ തമ്മിലുള്ള സംഘർഷം മൂർച്ച കൂടി വരികയാണ്. ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ഏത് ഭരണകൂടം എവിടെ ഇരിക്കുന്നു എന്ന കാര്യത്തിലല്ല ബന്ധം, നമ്മുടെ താല്പര്യം തന്നെയാണ്. അതുതന്നെയാണ് പ്രധാനം. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിലും നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത് പോലെ ഏത് ഭരണകൂടം ഭരിക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രശ്നമില്ല. റഷ്യയിൽ ഇപ്പോൾ യുക്രൈനുമായിട്ട് റഷ്യൻ പ്രസിഡന്റ് യുദ്ധത്തിലാണെന്ന് പറഞ്ഞതുകൊണ്ട് അവിടുന്ന് എണ്ണ വാങ്ങിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മുടെ താല്പര്യം അതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെയുള്ളത് മതഭരണങ്ങളാണ്, മതാധിഷ്ഠിത ഭരണങ്ങളാണ്. അതുവരുമായിട്ട് ബന്ധം നമ്മൾ വിച്ഛേദിക്കുന്നു. ഇറാൻ ഒരു മതഭരണകൂടമാണ്. എന്നിട്ടും ചാബഹാർ തുറമുഖവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇറാനുമായിട്ട് ബന്ധം സുസ്ഥിരമായിട്ടും ദൃഢമായിട്ടും മുന്നോട്ട് പോവുകയാണ്. എക്കാലത്തെയും ഏറ്റവും വലിയ ചങ്ങാത്തങ്ങളിലൊന്നാണത്. ഒരിക്കൽ പോലും നമ്മൾ തമ്മിലൊരു ഉടക്കുണ്ടായിട്ടില്ല. ഇറാനുമായിട്ട് നമുക്ക് ഉടക്കുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യാന്തരം. അവിടുത്തെ ഭരണകൂടത്തെ നോക്കിയല്ല നമ്മൾ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്, മറിച്ച് ഇന്ത്യയുടെ താല്പര്യം നോക്കി തന്നെ. അങ്ങനെ തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിലും. ഒരു പക്ഷേ ഈ പറയുന്ന നദിയിൽ, കുനാർ നദിയിൽ അണകെട്ടുന്നത് ഇന്ത്യൻ എഞ്ചിനീയർമാരായിരിക്കും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. സഹായിക്കും, വേണ്ടതുപോലെ സഹായിക്കും. കാരണം നല്ല അയൽക്കാർ നമുക്ക് വേണം. പാകിസ്ഥാനെ നേരിടാൻ പറ്റിയ, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ചതിയന്മാരായിട്ടുള്ള പാകിസ്ഥാനെ നമുക്ക്, ഈ ഭീകരവാക്രമണത്തിലൂടെ ഇന്ത്യയെ ബ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ദുരുദ്ദേശമുള്ള പാകിസ്ഥാനെ നേരിടാൻ നമുക്ക് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഒരാവശ്യമാണ്.
ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ എംബസികൾ ബന്ധം പോലുമില്ലായിരുന്ന ആ രാജ്യത്ത് നമ്മൾ എംബസികൾ സ്ഥാപിച്ചുകൊണ്ട് നയതന്ത്രം പുനരാവിഷ്കരിച്ചത്, പുനർനിർമ്മിച്ചത് എന്ന് പറയുന്നത് പോലെ ഇനിയിപ്പോൾ നമ്മൾ ആ നദിയിൽ, കുനാർ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിക്കും, സിന്ധു നദിയിലും അണക്കെട്ടുകൾ നിർമ്മിക്കും. ഇതോടുകൂടി പാകിസ്ഥാൻ്റെ ജലസ്രോതസ്സുകൾ മുഴുവൻ അടയുകയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു മരുഭൂമിയായിട്ട് മാറാൻ വലിയ താമസമൊന്നുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ജനങ്ങളുടെ ജീവിതം തടസ്സപ്പെടില്ലേ? തടസ്സപ്പെടും. ആരാണ് ഉത്തരവാദി? ആരാണ് യുദ്ധം തുടങ്ങി പഹൽഗാം ഭീകരത നടത്തിയത്? ആരാണ് അഫ്ഗാനിസ്ഥാനിലെ കബൂളിലേക്ക് പോയിട്ട് അവിടുത്തെ പൗരന്മാരെയും ക്രിക്കറ്റ് കളിക്കാരെയും കൊന്നത്? അപ്പോൾ എവരി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ. അപ്പോൾ പാകിസ്ഥാൻ ഈ നയം തിരുത്തി മുന്നോട്ട് പോകണം. അതല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചടികൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. നോക്കൂ, കാലം കൊടുത്ത കാവ്യനീതി നോക്കിക്കോളൂ. അവരുടെ ഉറ്റ സൗഹൃദ രാഷ്ട്രമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിലാണ് ഇത് സംഭവിക്കുന്നത്. നോക്കൂ, അവരുടെ എല്ലാ കാലത്തെയും ആൾ വെതർ ഫ്രണ്ട് എന്ന് പറയുന്ന, എല്ലാ കാലാവസ്ഥയിലും സുഹൃത്തെന്ന് പറയുന്ന ചൈനയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ. ചൈന എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ ഏറ്റവും സൗഹൃദ രാജ്യങ്ങളിൽ ഒന്നായി കഴിഞ്ഞു. ഇതേ രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ്റെയും എക്കാലത്തെയും ഏത് കാലാവസ്ഥയിലും സൗഹൃദമുള്ള രാജ്യമെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇപ്പുറത്തൂടെ പാരയും പണിയുന്നുണ്ട് ചൈന. അതുപോലെ തന്നെ റഷ്യ. ആ റഷ്യയുമായിട്ട് ഉറ്റ ബന്ധമാണ് ഇപ്പോഴത്തെ താലിബാൻ ഭരണകൂടത്തിനുള്ളത്. പണ്ടുള്ള പകയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് അതിൻ്റെ പേരിലാണ് താലിബാനെ വളർത്തിക്കൊണ്ടുവന്ന അമേരിക്ക റഷ്യയെ എതിർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഒന്നല്ല. ഇന്നത്തെ ശത്രുക്കൾ നാളത്തെ ചങ്ങാതികളാവും. ഇപ്പോഴത്തെ ചങ്ങാതികൾ നാളെ ശത്രുക്കളാവും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചങ്ങാതികൾ നാളെ ശത്രുക്കളുമാവും. തിരിച്ചും മറിച്ചും സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഈ ഏഷ്യയിലെ പൊളിറ്റിക്സ്. ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വലിയൊരു ആഘാതം ഇപ്പോൾ പാകിസ്ഥാന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനറൽ മുബീർ സി നദിയിൽ കൂടുതൽ അണക്കെട്ടുകൾ പണിയാനുള്ള ഫണ്ട് സ്വരൂപിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ കുനാർ നദീതടം സന്ദർശിച്ച താലിബാൻ സേനാമേധാവിയായിട്ടുള്ള ജനറൽ മുബീൻ ഈ അണക്കെട്ടുകൾ നിർമ്മിക്കാനുള്ള ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിന് ഫണ്ട് വേണം. ഈ ഫണ്ടിലും ഒരു പക്ഷേ ഇന്ത്യയുടെ സഹായം ഉണ്ടായെന്ന് വരും. കാരണം ഈ അഫ്ഗാനിസ്ഥാനെ നല്ല ബന്ധത്തിൽ നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ ഒരാവശ്യമാണ്. അതുപോലെ തന്നെ ഹിന്ദുക്കുൽ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ധാരാളം നദികളുണ്ട്. പല നദികളിലും ഇതുപോലെ തന്നെ അണക്കെട്ടുകൾ ഉണ്ടാക്കാൻ അഫ്ഗാനിസ്ഥാൻ വിചാരിച്ചാൽ കഴിയുന്നതുമാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ വെള്ളം കിട്ടാത്ത ഒരു രാജ്യമായി, വെള്ളം കൂടി മുട്ടിയ ഒരു രാജ്യമായി, ഇപ്പോൾ തന്നെ 40% വെള്ളത്തിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു രാജ്യമായിട്ട് പാകിസ്ഥാൻ വരും. അവരുടെ യാതൊരു വിധമായിട്ടുള്ള മുൻകാഴ്ചകളുമില്ലാത്ത, ദീർഘവീക്ഷണവുമില്ലാത്ത അന്യരാജ്യങ്ങളെ ആക്രമിക്കുക, അതുപോലെ തന്നെ തീവ്രവാദം കയറ്റി അയക്കുക തുടങ്ങിയ നയങ്ങളുടെ പരിണത ഫലമായിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുനാർ നദി എന്ന് പറഞ്ഞാൽ അത്ര വലിയ നദിയല്ല എങ്കിലും 480 കിലോമീറ്റർ ദീർഘമായിട്ടുള്ളൊരു നദിയാണ്. ഒരു പക്ഷേ പാകിസ്ഥാനിലെ അട്ടക്കിൽ വെച്ചാണ് ഈ നദി സിന്ധു നദിയുമായിട്ട് ചേരുന്നുണ്ട്. അങ്ങനെ സിന്ധു നദിയുമായിട്ട് ഒരു ബന്ധം ഈ നദിക്കുണ്ട്. അപ്പോൾ ഇന്ത്യ ഉണ്ടാക്കുന്ന ഈ അണക്കെട്ടുകളും കൂടി ചേർന്ന് കഴിയുമ്പോൾ, അഫ്ഗാനിസ്ഥാൻ ഉണ്ടാക്കുന്ന അണക്കെട്ടുകളും കൂടെ ചേർന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സമ്മർദ്ദമാണ്, വലിയ ഭീഷണിയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പാകിസ്ഥാൻ അവരിതുവരെ ചെയ്ത തെറ്റുകൾ, ഇന്ത്യയോടും അതുപോലെ അഫ്ഗാനിസ്ഥാനോടും ചെയ്ത തെറ്റുകൾ തിരുത്തുകയും അതിന് മാപ്പ് പറയുകയും മാത്രമാണ്. അവരുടെ ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അതുതന്നെയായിരിക്കും അവർ ചെയ്യേണ്ടി വരിക എന്നത് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. തെറ്റുകൾ തിരുത്തുക, അല്ല അക്രമം കൊണ്ട് നേരിട്ട് ഈ രാജ്യങ്ങളെ ജയിക്കാം എന്നുള്ള പാകിസ്ഥാൻ്റെ ഒരു മുഷ്ക് നടപ്പാകുന്ന ഒരു സാഹചര്യമില്ല. കാരണം എന്തെന്നാൽ റഷ്യ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ ഒരുമിച്ചുള്ള പിന്തുണ
അഫ്ഗാൻ ഗവൺമെൻറ്റിനുണ്ട്, അവരുടെ ജനതയ്ക്കും ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.